അതെ, വാഷിംഗ് മെഷീനിൽ തുണിയും ഇട്ടു, പാത്രവും കഴുകി വെച്ചു. താങ്ക്സ്. എന്നാ ഞാനൊന്ന് പുറത്തോട്ട് പോയിക്കോട്ടെ, അവന്മാരെ ഇടന്ന് വിളിക്കുന്നു. വേണ്ട, ഞാൻ എത്ര നാളായി അവന്മാരെ ഇടന്ന് പുറത്തോട്ട് പോയിട്ട്. നിനക്ക് ഞാനാണോ വലുത് അതോ അവന്മാരാണോ വലുത്? നീ എന്നാ പോണ്ട. പോണ്ട, വേണ്ട. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഫുൾ ടൈം ഫ്ലാറ്റിൽ തന്നെ. എവിടെ കുഞ്ഞിപ്പങ്ങൾ? അവിടെ പെങ്ങളെ കല്യാണത്തിന്റെ അന്ന് മുങ്ങിയതാ രണ്ടും കൂടെ. 27 മണിക്കൂർ ഫ്ലാറ്റിൽ തന്നെ അങ്ങ്. പെങ്ങളെ, നമുക്കറിയാം കല്യാണം കഴിഞ്ഞവന് നമ്മളോട് വരാൻ ബുദ്ധിമുട്ടായിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നത്. സാധാരണ ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സ് വരുമ്പോ ക്യാരറ്റ് ഹൽവയാണ് കഴിക്കാൻ കൊടുക്കാറ്. ക്യാരറ്റ് ഹൽവയാ, മട്ടനാ, ചിക്കനാ, എന്താന്ന് വെച്ചാ ആവട്ടെ. ഡ്രിങ്ക്സ്, കൂൾ ഡ്രിങ്ക്സ്. അയ്യോ, എന്താ കച്ചവടം തുടങ്ങി? നീ പോയി ഡ്രിങ്ക്സ് എടുത്തിട്ട് ചെല്ലേ. പെങ്ങൾ അവിടെ നില്ല്, പറയട്ട്. നിനക്ക് ഓർമ്മയില്ലേ അളിയാ? ഓർമ്മയില്ല. കല്യാണത്തിന് ഇവിടെ കൂട്ടുകാരി ജാൻസി വന്നപ്പോഴത്തേക്ക് നീ പറഞ്ഞ് ജസ്റ്റ് മിസ് ഇല്ല, അതിനെ നോക്കിയാ മതിയായിരുന്നു. എന്നെ വിറ്റായിരുന്നടാ അത്. ഭയങ്കര വിറ്റായിരുന്നത്. അല്ല, നിങ്ങളാരും കല്യാണം ഒന്നും കഴിക്കുന്നില്ലേ? അവനോ പെട്ട്. ഇനി നമ്മളും കൂടെ പെടണമെന്നാണോ കുഞ്ഞി പെങ്ങള് പറയുന്നേ? അടുത്ത വിറ്റ്. ആ പിന്നെ കഴിവുള്ളവനാട്ടോ. എന്നെ ത്രികോണത്തിൽ പുകവിടാൻ പഠിപ്പിച്ച ആശാനെ ഇരിക്കുന്നേ. Hey, wait. Who gave you first puff? You Das. Who gave you first peck? Das. You. Who gave you first girl? You Das. You always. What did he say? Nothing dear. നീ പോയി അമ്മർക്കത്തിൽ വെള്ളം എടുത്ത് കലക്കി കൊടുത്ത് കൊല്ലേ ചെല്ലി. അളിയ എന്താടാ നിങ്ങൾ തമ്മിൽ സെറ്റല്ലേ? ലൗകിക ജീവിതത്തിൽ എന്തെങ്കിലും തകരാറ് ഉണ്ടെങ്കി എന്നെ വിളിച്ചാ മതി. എന്തിനി? അല്ല, എനിക്കറിയാവുന്നൊരു ഡോക്ടറുണ്ട്, അതേ നമ്പർ തരാന്ന്. അല്ല, കുഞ്ഞിക്കാലൊന്നും കണ്ടില്ല. എടാ 2 ആഴ്ച കല്യാണം കഴിഞ്ഞിട്ട്. ഓ ഐ ഫോർഗോട്ട് ഇറ്റ്. സോറി. ചായ മതി എന്ന് പറയാളിയ. എന്താ 10 വരെ ഞാനുണ്ട്. സാറ്റ് കളിക്കാനാണോ? അതിനു മുമ്പ് ഈ അലവലാദികളെ എന്റെ ഫ്ലാറ്റിൽ ഇറക്കി വിട്ടോണോ? എടി, അതെന്റെ ഫ്രണ്ട്സാ. ഇതാണോ ഫ്രണ്ട്സ്? ഇവന്മാര് വാ തുറക്കുന്നത് തിന്നാനും ആവാസം പറയാനോ തെണ്ടികള്. ഇതെന്റെ ഡാഡി അറിഞ്ഞോണ്ടല്ലേ. എടി, കുറച്ച് കഴിയുമ്പോ അവന്മാർ ഇറങ്ങി പൊക്കോളും. പറ്റത്തില്ല, നീ പറഞ്ഞു വിടുന്ന അതോ ഞാൻ ഇറക്കി വിടണോ? ഞാൻ പറഞ്ഞു വിട്ടോളാം. അളിയ, അവൾക്ക് ചെറിയൊരു തലവേദന. ദാസെല്ലാം കേട്ടു, നന്ദിയുണ്ട്. എടി, മോശമായി പോയി. കണക്കായി പോയി. എടി, എനിക്കറിയാം അവന്മാര് തെണ്ടികളാണ്, ചെറ്റകളാണ്, വൃത്തിയേട്ടവന്മാരാണെന്ന്. അങ്ങനത്തെ ഫ്രണ്ട്സിനെ നിനക്ക് വേണ്ട. ഓ, ഇനി ആ വൃത്തിയേട്ടവനൊക്കെ ഞാൻ ഫ്ലാറ്റിൽ കേട്ടത്തില്ല. പോരെ. ഒന്ന് മൂത്രമൊഴിക്കാൻ കയറിയതാ. പിടിച്ചു നിന്ന് കൊറേ പറ്റിയില്ല. ഞാനിവിടെ പെടുക്കരുതായിരുന്നു അല്ലേ? അവന്മാര് ഓടിയില്ലേ? ഇപ്പൊ ചെന്നാലെ കൂടെ പിടിക്കാൻ പറ്റും. പോട്ടെ.